കട്ടപ്പനയിലാണ് ഈ രീതിയിൽ ഡ്രെയിനേജിനകത്ത് 3 പേർ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം ലഭിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നത്. JCB എത്തിച്ച് അവിടെ കുഴിയുടെ വ്യാപ്തം കൂട്ടി അതിനുശേഷം അതിനകത്തേക്ക് രക്ഷാപ്രവർത്തകർ ഇറങ്ങാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുകയാണ്. ആദ്യം ഒരു തൊഴിലാളി ഈ ഡ്രെയിനേജ് വൃത്തിയാക്കാൻ ഇറങ്ങി. പിന്നീട് അയാളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കാതായപ്പോഴാണ് 2 പേർ എന്താണ് സംഭവിച്ചെന്നറിയാൻ ഈ മാൻഹോളിലേക്ക് ഇറങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പിന്നീട് 3 പേരെക്കുറിച്ചും ഒരു വിവരവും ലഭിക്കാതെ വരികയായിരുന്നു. അതേ തുടർന്നാണ് അഗ്നിരക്ഷാസേനയും ഒപ്പം പോലീസും എത്തി രക്ഷാപ്രവർത്തനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ JCB എത്തിച്ച് കൂടുതൽ കുഴി അതിൻ്റെ ആഴം കൂട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. രാഹുൽ വിജയൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാവുന്നത് ഈ നിലവിലെ ഡ്രെയിനേജിന് എത്ര ആഴമുണ്ട് എന്നറിയുന്നവർ അവിടെ ആരുമില്ല. അതോടൊപ്പം അതിൽ എത്രമാത്രം ഈ വേസ്റ്റ് വാട്ടർ ഉണ്ട് എന്നുള്ളത് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവർ അവിടെ ഇല്ല. ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണോ? അവിടെ ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട ആളുകൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? പ്രജിൻ, അങ്ങനെ തന്നെയാണ്. ഈ ഡ്രെയിനേജിന് എത്രത്തോളം ആഴമുണ്ട് അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തം എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ തടസ്സമായി നിന്നത്. അതുകൊണ്ടാണ് ഈ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംഘത്തിന് ഈ മാൻഹോളിൽ ഇറങ്ങി ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ഒരു കാലതാമസം അല്ലെങ്കിൽ ഒരു തടസ്സം നേരിട്ടത്. മാത്രമല്ല, ഈ ഫയർഫോഴ്സ് സംഘം ഇതിനകത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. പക്ഷേ അതത്ര കണ്ട് എളുപ്പമല്ല എന്നാണ് ഫയർഫോഴ്സ് സംഘവും പറയുകയും ചെയ്തത്. പിന്നീടാണ് ഈ JCB വിളിച്ച് ഈ ഡ്രെയിനേജിന്റെ മുകൾ ഭാഗത്തെ മണ്ണ് മാറ്റി അതിന്റെ സ്ലാബ് ഉയർത്തിയതിനു ശേഷം അതിനകത്തേക്ക് ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. പക്ഷേ മണ്ണ് കുറച്ചധികം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ മണ്ണ് പൂർണ്ണമായിട്ട് മാറ്റിയതിനു ശേഷം മാത്രമേ അതിനകത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. മാൻഹോളിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഈ മണ്ണ് മാറ്റുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ വലിപ്പം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഓക്സിജൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവർക്ക് അല്ലെങ്കിൽ ഓക്സിജൻ ഉൾപ്പെടെ അവർക്ക് ലഭിക്കാതെ വരികയും ഈ ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തത്. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ആദ്യം ഒരാൾ ഇറങ്ങി, പിന്നീട് ഈ ആദ്യം ഇറങ്ങിയ ആളെ കാണാതായതോടുകൂടി രണ്ടാമത്തെ ആൾ ഇറങ്ങുകയായിരുന്നു. അതിനുശേഷം മൂന്നാമത്തെ ആൾ ഇറങ്ങി. അങ്ങനെ 3 പേരാണ് ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നത്. ഇതിന്റെ ഏത് ഭാഗത്താണ് ഇവരുള്ളത് എന്നുള്ളതും കൃത്യമായിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ മണ്ണ് മാറ്റിയതിനു ശേഷം ഫയർഫോഴ്സ് സംഘം ഈ മണ്ണ് മാറ്റിയ ഭാഗത്തൂടെ ഈ താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഫയർഫോഴ്സ് സംഘത്തിന്റെ ഊർജിതമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ അത് അവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചെറിയൊരു മാൻഹോളാണ്, അതിനുള്ളിലൂടെയാണ് ഈ തൊഴിലാളികൾ ഇതിന്റെ ക്ലീനിങ് പ്രവൃത്തികൾക്ക് വേണ്ടി ഇറങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും ഈ മണ്ണ് മാറ്റി അത് എത്രത്തോളം ആഴമുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കരുതുന്നു. ഫയർഫോഴ്സ് സംഘം എന്തായാലും അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും 3 പേരെയും രക്ഷപ്പെടുത്താൻ കഴിയട്ടെ, എത്രയും വേഗം അവരെ ഈ പുറത്തേക്ക് എത്തിക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് എല്ലാവരും പ്രത്യാശിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ് കരുതുകയും ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ ഒരു ബുദ്ധിമുട്ട് അത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്തായാലും ഈ ഫയർഫോഴ്സ് സംഘം ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങുന്ന കാണുന്ന ഈ മണ്ണ് മാറ്റിയ ഈ സ്കൂബ ടീം ഈ ഫയർഫോഴ്സിന്റെ ഈ ഓക്സിജൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി ഈ സംഘം ഇതിനകത്തേക്ക് ഇറങ്ങുകയാണ്. എന്തായാലും ഒരു സ്ലാബ് മാറ്റിയിട്ടുണ്ട്, അതിന്റെ ആഴം മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. ആ ഇറങ്ങിയ ആളുകളെ പുറത്തേക്ക് എത്രയും വേഗം എടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. രാഹുൽ വിജയൻ തുടരുക. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അടുത്ത ഘട്ടത്തിലേക്ക് രക്ഷാപ്രവർത്തനം എത്തുകയാണ്. ഇപ്പോൾ ആ മാൻഹോളിലേക്ക് അതിൻ്റെ ആഴം കൂട്ടിയ ശേഷം അതിലേക്ക് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ ഇറങ്ങുകയാണ്. പ്രത്യേകമായി പരിശീലനം കിട്ടിയ ആൾക്കാർ അതിനകത്തേക്ക് ഇറങ്ങുകയാണ്. അവരുടെ ജീവൻ രക്ഷാ ഉപകരണങ്ങളൊക്കെ ഘടിപ്പിച്ചാണ് താഴേക്ക് ഇറങ്ങുന്നത്. കാരണം ഇതിൻ്റെ ആഴം എത്രയാണെന്നോ ഇതിലെത്രമാത്രം വേസ്റ്റ് വാട്ടർ ഉണ്ടെന്നോ അതിൻ്റെ സ്ഥിതി എന്താണോ എന്നും വലിയ ധാരണയില്ല. അതുകൊണ്ട് തന്നെ വലിയ കരുതലോടുകൂടി വേണം രക്ഷാപ്രവർത്തനവും നടത്താൻ, അല്ലെങ്കിൽ കൂടുതൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ നേരത്തെ ചെയ്ത പ്രവൃത്തി അതിപ്പോൾ ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാം. അതിൻ്റെ ആഴം, അതിൻ്റെ വ്യാപ്തി കൂട്ടിയിട്ടുണ്ട്, അതിൻ്റെ കുഴിയുടെ വലിപ്പം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഒരുമിച്ച് താഴേക്ക് ഇറങ്ങാനുള്ള ഒരു പരിധി അവിടെ ഉണ്ട്, അത് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഏതാണ്ട് 3-4 ഉദ്യോഗസ്ഥർ അതിനകത്തേക്ക് താഴേക്ക് ഇറങ്ങിച്ചില്ലെന്ന് നമുക്ക് കാണാം. അവിടെ
ഏണിയൊക്കെ വെച്ചാണ് താഴേക്ക് ഇറങ്ങുന്നത്. എന്താണ് അവസ്ഥ, താഴെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷമായിരിക്കും അതിനകത്തേക്ക് എങ്ങനെ ഇറങ്ങിച്ചെന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തണമെന്ന് അവർ തീരുമാനിക്കുക. അതിനായി ഇപ്പോൾ ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ചെറിയൊരു വിടവുണ്ടാക്കി അകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ 3 ഉദ്യോഗസ്ഥർ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വെളിച്ച സംവിധാനങ്ങളൊക്കെ എത്തിച്ച് കൂടുതൽ അകത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.